കേരളത്തിൽ കനത്ത ചൂട് തുടരും എന്നതാണ് ഇന്നത്തെയും മുന്നറിയിപ്പ്. ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം എന്നതാണ് മുന്നറിയിപ്പ് പറയുന്നത്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില കൂടും. ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഓരോ ജില്ലയിലും സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അപ്പോൾ അതിപ്രധാനമായൊരു മുന്നറിയിപ്പാണ്. എല്ലായിടത്തെയും സ്ഥിതി കൂടുതൽ മോശമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൊല്ലത്തും ഇടുക്കിയിലുമായി 2 പേർക്ക് സൂര്യാതപം ഏറ്റു എന്നൊരു വാർത്ത കൂടി ഇന്ന് വന്നിരുന്നു. കൊല്ലത്ത് കൊട്ടിയം സ്വദേശി നിഹാൽ നജീബിനാണ് സൂര്യാതപം ഏറ്റത്. ബൈക്കിൽ യാത്ര ചെയ്ത നിഹാലിന്റെ കയ്യിലാണ് പൊള്ളലേറ്റത്. നിഹാൽ പ്രാഥമിക ചികിത്സ തേടിയിട്ട് ഇന്നലെയും നിരവധി സംഭവങ്ങൾ ഇങ്ങനെയുണ്ടായിരുന്നു. മറ്റൊരു സംഭവം കൂടിയുണ്ട്. അത് ഇടുക്കി കട്ടപ്പന 20 ഏക്കർ സ്വദേശിയായ താഴത്ത് വീട്ടിൽ അജീഷിനാണ് സൂര്യൻ്റെ ചൂടേറ്റ് പൊള്ളലേറ്റത്. അജീഷിൻ്റെ കൈപ്പത്തിയുടെ മുകൾ ഭാഗത്താണ് വെയിൽ കൊണ്ട് പൊള്ളലേറ്റത്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ സ്ക്രീനിൽ കാണുകയാണ്. അത് രാവിലെ വന്നുകൊണ്ടിരുന്ന സമയത്ത് കൈക്കൊരു നീറ്റിൽ വന്നിട്ട് വാച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാച്ചിൻ്റെ അടി വാച്ച് കൂടി നോക്കി വേണമെങ്കിൽ തോന്നിയിരിക്കുന്നത്. എപ്പോഴാണ് സംഭവം? എപ്പോഴായിരുന്നു ഇന്നലെ? അത് ഇന്നലെ ഒരു 10 മണിയായപ്പോഴാണ് സംഭവം. വർഷം കുന്നറമ്പറ അതുകൊണ്ട് പിന്നെ ഇന്ന് രാവിലെ 20 പോയി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ വായിച്ചത്. സ്റ്റെഫിൻ, ഇന്നലെ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. കുറേ നിർദ്ദേശങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. വെയിലത്തിറങ്ങരുത്, അങ്ങനെ തുടങ്ങി സാധാരണ ഉള്ള നിർദ്ദേശങ്ങളാണ്. എത്ര നാൾ ഈ കാഠിന്യം ഉണ്ടാകും? ഇപ്പോൾ സൂര്യാതപമേൽക്കുന്ന, വെയിലേറ്റ് പൊള്ളലേൽക്കുന്ന സംഭവങ്ങൾ കൂടിക്കൂടി വരികയാണ്. എന്ത് ചെയ്യാനാകും? എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? കാലാവസ്ഥാ മുന്നറിയിപ്പ് അത് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? രതീഷ്, ഏതായാലും ഒരു അതിജാഗ്രത ചൂടിന്റെ കാര്യത്തിൽ വേണമെന്നുള്ളത് തന്നെയാണ് ഈ സമീപ ദിവസങ്ങളിലെ എല്ലാ അനുഭവങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിലും അതുമായി ബന്ധപ്പെട്ട മുൻകരുതൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്തിരുന്നു. അതുതന്നെയാണ് മുന്നോട്ട് വരുന്നത്. പ്രത്യേകിച്ചും ഈ ചൂട് പല ജില്ലകളിലും, പാലക്കാട്, കൊല്ലം ജില്ലകളിൽ അതികഠിനമാണ്. 40 ഡിഗ്രി 39 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ചൂട്. താരതമ്യേന ഇടുക്കി, അതോടൊപ്പം വയനാട് ജില്ലകളിലാണ് ചൂട് കുറവ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നഗരപ്രദേശത്തൊന്നും തന്നെ ഇറങ്ങാൻ കഴിയാത്ത തരത്തിലാണ് അവസ്ഥ. ഒപ്പം തന്നെ അതിൻ്റെയോടൊപ്പം ഈ പാമ്പുകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ പാമ്പുകളുടെ കടിയേൽക്കുന്ന സ്ഥിതി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അതിജാഗ്രത അക്കാര്യത്തിലെല്ലാം വേണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ജില്ലാ ഭരണകൂടവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുതന്നെയാണ് പറയുന്നത്. 29-ാം തീയതി ഇനി വേനൽമഴ ഉണ്ടാകുമെന്നൊരു കാര്യമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് വേനൽമഴ ഉണ്ടായിക്കഴിഞ്ഞാൽ, വരും ദിവസങ്ങളിൽ വേനൽമഴ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം നേരിയ തോതിൽ ഉണ്ടാകും. അല്ല, ഈ വേനൽമഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വൈദ്യുതിയുടെ വലിയൊരു പ്രശ്നമുണ്ടല്ലോ. ഈ സന്ധ്യാനേരത്ത്, ഈ സമയത്തൊക്കെയാണ് വൈദ്യുതി ഉപഭോഗം അതിൻ്റെ സർവ്വകാല റെക്കോർഡിലേക്ക് എത്തുന്നത്. ഇന്നലെ അല്പം കുറവുണ്ട് എന്നൊക്കെ വൈദ്യുതി വകുപ്പ് KEB വ്യക്തമാക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് പ്രതിസന്ധി നേരിടാൻ കഴിയുമോ? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇന്നും കറണ്ട് പോകുമോ? ഏതായാലും കുറച്ച് ദിവസം കൂടി ഈ പല ഡാമുകളുടെയും അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ജലനിരപ്പ് താരതമ്യേന കുറയുന്ന ഒരു നിലയാണ് ഉള്ളത്. ഇടുക്കി ഡാമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡാമുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്ക ഉണ്ട്. പ്രത്യേകിച്ചും അടുത്ത ദിവസങ്ങളിൽ 29-ാം തീയതി മുതലൊക്കെ വേനൽമഴ കുറച്ചുകൂടി ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല രീതികളിൽ പ്രതിഷേധങ്ങൾ ഈ വൈദ്യുതി മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും അതിലെല്ലാം തന്നെ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. ശരി, KEBയുടെ ഭാഗത്തുനിന്ന് പക്ഷേ എന്ത് നടപടി എടുക്കുന്നു എന്ന കാര്യത്തിലൊക്കെ ഇനിയും കുറെ കൂടി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. മഴയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ ഡാമുകൾ നിറയട്ടെ, എന്നിട്ട് വൈദ്യുതി പ്രശ്നം പരിഹരിക്കാം എന്ന നിലയിൽ പോകാൻ തന്നെ KEBക്ക് കഴിയില്ലല്ലോ. അക്കാര്യത്തിലൊക്കെ കൂടുതൽ തീരുമാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്.